ഹായ് ലൈക്ക് ജെഫ് ഡോക്ടറാണ് മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചാലിയം ബീച്ചിൽ നിന്നിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ചാലിയം ബീച്ചിൽ ഉണ്ടായൊരു സംഭവമാണ്. നമ്മൾ ചാലിയം ബീച്ചിൽ ഇപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ ഈ സ്ക്രീൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ ഇത് ഫുള്ള് പറയുന്ന പോലെ വേസ്റ്റ്, കടലിലുൾപ്പെടെ വേസ്റ്റ് അടക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കുറച്ചായിട്ട് ഞാൻ കാണുന്നുണ്ട് ഈ ഒരു സംഭവം. അപ്പം ഇന്നാണ് എനിക്കിത് ഒരു വീഡിയോ എടുത്തിടാമെന്ന് ഞാൻ ശ്രദ്ധിച്ചത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എന്തെങ്കിലും ഒരു കാര്യം ഇതിന് നടപടി സർക്കാർ സ്വീകരിച്ചേ പറ്റുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ കടലിനെ നശിപ്പിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കടൽ ഒരു ദിവസം തിരിച്ചു തരും. അത് കടൽ തിരിച്ചു തന്ന ഒരുപാട് സമയങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. കടൽ ഇത് തിരിച്ചടിച്ച് തന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാർ ഇതിന് എന്തെങ്കിലും ഒരു നടപടി എടുക്കൂ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഹരിതകർമ്മസേന പോലെയുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ കോർപ്പറേഷൻ എന്തെങ്കിലും ഒരു ഇതുണ്ടാക്കി പറ്റുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മോശമാണ് കടലിലേക്ക് നമ്മൾ ഈ പറയുന്ന വേസ്റ്റ് ഇടുന്നത്. കരയിലുള്ളതിനേക്കാൾ ജീവജാലം കടലിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് പിന്നെ ഞാൻ കാര്യം പറയട്ടെ, ആൾക്കാർക്കൊരു ബോധം ഉണ്ടാവണം. മെയിനായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ, സർക്കാരിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ആൾക്കാർക്കാണ് ഫസ്റ്റ് ഒരു ബോധം ഉണ്ടാവേണ്ടത്. കാര്യം നമ്മൾ ഒരു മുട്ടായി തിന്നു കഴിഞ്ഞാൽ ഈ മുട്ടായിയുടെ കവർ നമ്മൾ ഈ തറയെ കളയുന്ന ആൾക്കാർക്ക് ഭയങ്കര മോശം പരിപാടിയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആൾക്കാരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ഇങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. ഒരു 30% അല്ലെങ്കിൽ ഒരു 50% ആൾക്കാർ നല്ല ആളുകളുണ്ട്. ബാക്കിയുള്ള കുറച്ച് ആൾക്കാരാണ് ഈ പറയുന്ന പോലെ പ്രശ്നം. അവർ അറിയാത്തതിൻ്റെ ആയിരിക്കും ഒരു പക്ഷേ. അപ്പോൾ ഇത് നോക്കിയിട്ട് ചെയ്യുക. കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ല, എത്ര കുപ്പി വാട്ടർ ബോട്ടിലാണ്, എത്ര വെള്ളം കുപ്പിയാണ് അവിടെ കിടക്കുന്നത്. ഇത് വേറെ കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ എങ്ങും ഈ പറയുന്ന ചാലിയം ബീച്ചിൽ എവിടെയും ഒരു വേസ്റ്റ് ബാസ്ക്കറ്റോ സെറ്റപ്പോ വെച്ചിട്ടില്ല ഗവൺമെൻറ്. ഇത് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു പ്രശ്നമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് ചാലിയത്തെ ബീച്ചല്ല, ഈ ബീച്ചും ഈ പുലിമുട്ടും ഒക്കെ അടുത്തടുത്താണ് വരുന്നത്. അപ്പോൾ ബീച്ച് അപ്പുറത്തുണ്ട്. ബീച്ചിനകത്ത് പറഞ്ഞ പോലെ ബീച്ചിൽ ഇടയ്ക്ക് ഒന്നിരണ്ട് ഈ പറഞ്ഞ വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ പുലിമുട്ടിൻ്റെ ഭാഗങ്ങളിൽ വേസ്റ്റ് ബാസ്ക്കറ്റ് പുലിമുട്ടിൻ്റെ അങ്ങേ എൻഡി കൊണ്ട് വെക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ആ ഒരു പോകുന്ന വഴിക്ക് റോഡിൽ എവിടെയെങ്കിലും ആ ഒരു സൈഡിൽ, അതായത് ഏറ്റവും അടുത്ത് തന്നെയായിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റ് വെക്കുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും ആൾക്കാർക്ക്. ഇപ്പം പല ആൾക്കാരും വേസ്റ്റ് ബാസ്ക്കറ്റ് കാണും, എന്നാൽ പിന്നെ അവിടെ ഇട്ടേക്കാം എന്നൊരു ചിന്താഗതി ഉണ്ടാവും. ഞാനൊക്കെ ആ ഒരു ചിന്താഗതിയിലുള്ള, ഞാൻ വേസ്റ്റ് ബാസ്ക്കറ്റ് കണ്ടില്ലെങ്കിൽ വേസ്റ്റ് ബാസ്ക്കറ്റിൽ തന്നെ കൊണ്ടിട്ട് വേസ്റ്റ് ഇടുന്നൊരു മനുഷ്യനാണ്. ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ വെറുതെ പറയില്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കാണിക്കുന്നത് മോശമാണ്. അപ്പോൾ അതിന് ഇപ്പോൾ സർക്കാർ ഇതിന് വേണ്ടി നടപടികൾ ചെയ്യുക. ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ വേസ്റ്റ് കിടക്കുകയാണെങ്കിൽ പോലും അത് എടുത്ത് മാറ്റാനൊരു ടീം അറേഞ്ച് ചെയ്യുക. ഇനി അതൊന്നും അല്ലാണ്ട് മൂന്നാമതും ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു വേസ്റ്റുകൾ ഇട്ടിട്ട് ഈ പറയുന്ന ഭൂമിയെ അതുപോലെ തന്നെ കടലിനെയും നശിപ്പിക്കാണ്ടിരിക്കുക. കാര്യം ഇത് നമുക്ക് മാത്രം അവകാശപ്പെട്ട ഒരു സാധനമല്ല. പല ജീവജാലങ്ങളും ഇന്ന് ഭൂമി വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയും വരാനിരിപ്പുണ്ട് പല ജീവജാലങ്ങളും. അതുപോലെ തന്നെ നമ്മുടെ പുതിയ തലമുറ വരാനുണ്ട്. അപ്പോൾ അവർക്കും നമ്മൾ ഈ ഭൂമി നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കണം. അപ്പോൾ നശിപ്പിക്കാതിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.